നമ്മുടെ വിജയിന്റെ കഷ്ടകാലം എന്ന് പറഞ്ഞാലും പോരാ, ആ അവസ്ഥയാണ് ഇപ്പോൾ വിജയിന്റെ അവസ്ഥ. അതായത് അവസാന നിമിഷം കൊണ്ടുപോയിട്ട് ഭാര്യ കൊണ്ടുപോയി കേസ് കൊടുത്തു അല്ലേ. ജനനായകം എന്ന് പറയുന്നത് റിലീസിനും ആകുന്നില്ല. പിന്നെ തമിഴന്മാർക്കൊക്കെ കുറച്ച് വിവരവും വെച്ചു. ഈ ഫാൻ ബേസ് ഒക്കെ ഒരു 90-2000-ലൊക്കെയാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമ ആക്ടർ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ കണ്ണും ചിന്തി വിജയിപ്പിക്കും. ഇപ്പൊ പിള്ളേർക്കൊക്കെ കുറച്ച് വിവരം വെച്ചു അല്ലേ. അപ്പൊ വിജയിന്റെ അവസ്ഥ വളരെ പരിതാപകരമായ അവസ്ഥയാണ്. ഈ അടുത്ത കാലത്ത് ഒരു TV-ക്ക് ഒരു പരിപാടിന്റെ ഇടയിൽ ഒരു പൊട്ടിത്തെറിച്ച ചെക്കനടുത്ത് മറ്റേ ഒരു അഭിപ്രായം ചോദിച്ചു, അതായത് അജിത്താണോ വിജയാണോ വേണ്ടതെന്ന്. അതില് ആ ചെക്കൻ്റെ മറുപടി കേട്ടാൽ നിങ്ങൾ ചിരിച്ച് മണ്ണ് വെപ്പും. നമുക്ക് എന്താണ് ചെക്കൻ പറഞ്ഞതെന്ന് നമുക്കൊന്ന് ശ്രദ്ധിച്ചിട്ട് ബാക്കി പറയാം. வணக்கம். உங்களுக்கு விஜய் பிடிக்குமா அஜித்தை பிடிக்குமா? எனக்கு விவேகானந்தரையும் வீர சிவாஜியும் தானே பிடிக்கும். ஏன்? ஏன்னா நீங்க சொல்ற 2 பேரும் ரியல் ஹீரோ, நான் சொல்ற 2 பேரும் ரியல் ஹீரோ. சினிமாவே பிடிக்காது உலைய உங்களுக்கு? படம் நல்லா இருந்தா போய் பார்ப்பேன், கையை தட்டிட்டு காலத்தை கடத்துற வேண்டியதான். அதை விட்டுட்டு இவங்களுக்கு பாலபிஷேகம் பண்றது ஃபாலோ பண்றதுலாம் பைத்தியக்காரத்தானே. சரி, அப்ப விவேகானந்தரையும் வீர சிவாஜியும் பிடிக்கிறது காரணம்? விவேகானந்தரை படிச்சீங்கன்னா ஒழுக்கத்தை கத்துக்கலாம், வீர சிவாஜி பத்தி படிச்சீங்கன்னா வீரத்தை கத்துக்கலாம். உனைய மாதிரி எல்லாரும் இருந்தா நாடே நல்லா இருக்கும். வணக்கம். ഇതാണ് തമിഴന്മാരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ആ പിള്ളേർക്കൊക്കെ വെളിവ് വെച്ചു. ഓക്കെ, ഈ പോക്ക് കൂടെ പറഞ്ഞാൽ വിജയിന്റെ സീറ്റിൽ പോലും കെട്ടിവെച്ച പൈസ കിട്ടുമെന്നൊരു ഡൗട്ടാണ്. പിന്നെ അവിടെ ഈ താലി ഭാര്യ സെന്റിമെന്റ്സ് ഒക്കെ വളരെ കൂടുതലാണ് തമിഴന്മാരുടെ ഇടയിൽ. അതിൻ്റെ ഇടയിലാണ് വിജയിന്റെ ഭാര്യ സംഗീത അല്ലെ, വളരെ ഒരു പ്രശ്നവും ഉണ്ടാക്കാത്ത ഒരു സ്ത്രീയാണ്. നമുക്ക് കണ്ടതിനറിയാം, സ്ത്രീ വളരെ പാവമായ ഒരു സ്ത്രീയാണ്. ആ സ്ത്രീന്റെ കേസ് വിജയിന്റെ മാനസിക പീഡനവും ശാരീരിക പീഡനവും കൊണ്ട് ഡൈവേഴ്സിന് കൊടുത്തത്. അതായത് ഒരു പ്രമുഖ നടിയുമായിട്ട് വിജയ് കറങ്ങണോ, വീട്ടിലെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല, അതിൻ്റെ കാര്യം നോക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് വിജയിന്റെ പേരിൽ കേസ് കൊടുത്തിരിക്കുകയാണ് അതിൻ്റെ അടിയിൽ കൂടെ. അപ്പോൾ മൊത്തം വിജയിന്റെ അവസ്ഥ വളരെ പരിതാപകരമായ അവസ്ഥയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലയാളത്തില് ദിലീപ് ഇലക്ഷനിൽ നിന്ന് കഴിഞ്ഞാൽ വിജയിക്കാൻ സഹിക്കും. അതേ കണ്ടീഷൻ തന്നെയാണ് ഇപ്പോൾ വിജയിക്ക്. ഓക്കെ, അതായത് ഒരു എടുത്തുചാട്ടത്തിന് മൂപ്പർ നല്ല ചാൻസ് കിട്ടുമ്പോൾ അച്ഛന് S.I. ചന്ദ്രശേഖരന്റെ കൂട്ടവും കെട്ടിട്ട് ചാടി വീണു. കണ്ണ് കംപ്ലീറ്റ് CM പദവിക്ക് തന്നെ അധികാരത്തിൽ തന്നെ. അപ്പൊ ഏറ്റവും അവസാനത്തെ പടം എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ ജനനായകം കൊണ്ട് ഇറക്കി. പക്ഷെ യഥാർത്ഥത്തിൽ അവിടെ എന്താ സംഭവിച്ചത്? ജനനായകം റിലീസും ആകുന്നില്ല, മൊത്തം അവിടെയും പിടിച്ചു. ഇപ്പോൾ CBI ഡൽഹിയിൽ പോവുക വരിക ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ മൂപ്പര് അന്ന് മുഖത്ത് പ്രകടിപ്പിക്കാതെ ടാറ്റയൊക്കെ വീശിക്കൊണ്ടിരിക്കുന്നുണ്ട് ഫാൻസിന്റെ ഇടയിൽ. പക്ഷെ മുഖത്തെ വിഷമം വളരെ നന്നായി അറിയുന്നുണ്ട്. അതായത് ഇറങ്ങി പുറപ്പെടുകയും ചെയ്തു, ഇത് ലാസ്റ്റ് മൂവിയാണെന്ന് പറയുകയും ചെയ്തു. ഇനിയിപ്പോൾ വേറെ മൂവിയിൽ അഭിനയിക്കാനും പറ്റുന്നില്ല. ആ ഇലക്ഷനിലാണ് പറഞ്ഞു കഴിഞ്ഞാൽ കെട്ടിവെച്ച പൈസയും പോയി. പിന്നെ ആദ്യത്തിന് സെക്രട്ടറി ആദവൻ അർജുനിലെ ഉള്ള മറ്റേ മങ്കത്തരൊക്കെ വിളിച്ചു പറയുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് രജനീകാന്തിനെ കുറിച്ച് എന്തോ വിളിച്ചു പറഞ്ഞു. അതായത് രജനീകാന്ത് DMK-നെ പേടിച്ചിട്ടാണ് ഇലക്ഷനിൽ നിൽക്കാത്തത് എന്ന് അദ്ദേഹം രാഷ്ട്രീയത്തിൽ വരാത്തതെന്ന് വേണ്ട ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി. രജനീകാന്ത് എപ്പോഴാണ് വിജയനെ ഒന്ന് തേക്കാൻ നിൽക്കുന്ന അവസ്ഥയാണ്. ഇപ്പൊ മൊത്തം രജനീകാന്തും എതിരായി മാറി. രജനീകാന്ത് അല്ലെങ്കിലും എതിരാണ്, ഇപ്പൊ ഡയറക്റ്റായിട്ട് വരാനും ഒരു കാരണമായി. മൊത്തം വിജയ് എന്താ പറയാ വെർലി പിടിച്ച് നടക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് ഇതെല്ലാ പ്രശ്നമാണെങ്കിൽ കുടുംബത്ത് പോയി കഴിഞ്ഞാൽ ഒരു സമാധാനം ഉണ്ടാകുകയെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. ഇപ്പൊ മൊത്തം കുടുംബത്തില് മറ്റേ ഇതുമായി ഭാര്യന്റെ പ്രശ്നങ്ങൾ മൊത്തം. അതായത് ഒരു കാര്യം മനസ്സിലാക്കുക, ഇപ്പോൾ ഫാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനും വേണ്ടി നടക്കണ ഫാൻസുകൾ അല്ലേ, അന്തംഗമ്മികൾ പോലെ. അപ്പം മൊത്തം ആ അവസ്ഥയൊക്കെ ഇപ്പം മാറി. അതാണ് ഇപ്പോൾ മറ്റേ നമ്മൾ കുറച്ചപ്പോഴും നേരത്തെ കേട്ട ആ പയ്യന്റെ ഡയലോഗ്. തമിഴ്നാടൊക്കെ ഒരുപാട് മാറി. ഒരു 80-90കളിലേക്കാണ് നിൽക്കണ പറഞ്ഞാൽ ഫാൻ ബേസിലൊക്കെ നിന്ന് ജയിക്കുക, MGR ഒക്കെ ജയിച്ച പോലെ. പക്ഷെ ഇപ്പോൾ ഇനി വിജയിന്റെ അവസ്ഥ തന്നെ വളരെ പരിതാപകരമായ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതായത് ജനനായകം മൂവി എന്ന് പറയുന്നത് ഏകദേശം 550 കോടിയിലേറെ മുതൽ മുടക്കിയതാണ്. അപ്പൊ അതിന്റെ പേരിൽ ഇപ്പോ അതിന്റെ പ്രൊഡ്യൂസർമാര് നിർമ്മാണ കമ്പനി കേസ് കൊടുത്തിരിക്കാൻ നിൽക്കണേ.
നഷ്ടക്കച്ചവടമായി എന്ന് അപ്പൊ ആ പോസ്റ്ററിലൊക്കെ ഏറ്റവും ഒരു കോർണറിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്ത് ദ എൻഡ് ഓഫ് എറ എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ വിജയിന്റെ അവസാന എന്താ ഈ യുഗം അവസാനിക്കാൻ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് ആ പോസ്റ്ററിലൊക്കെ ഇറക്കിയിട്ടുണ്ട്. മൊത്തം അവസ്ഥ ആ പടത്തിന്റെയും അവസ്ഥ വളരെ പരിതാപകരമായ സ്ഥിതിയായി. റിലീസ് ആകണമില്ല, ഇനിയിപ്പോ റിലീസ് ചെയ്യാനും കഴിയില്ല. കാരണം എന്താണ്, അതായത് ഇലക്ഷന്റെ പ്രോട്ടോകോൾ വന്നിരിക്കുകയാണ്. അപ്പൊ അതിൽ കംപ്ലീറ്റ് പൊളിറ്റിക്സ് ആണ് സംസാരിക്കണത്. വിജയ് ഇലക്ഷനിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഒരു മറ്റേ ഇലക്ഷൻ കഴിയുമ്പോൾ ആ പടവും റിലീസാകില്ല. പിന്നെ എന്താ പറയാ, കുടുംബ പ്രശ്നങ്ങൾ വേറെ, പിന്നെ കേസുകള്, ആ കരൂർ ദുരന്തത്തിലുള്ള കേസുകള് മറ്റേ അദ്ദേഹത്തിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. വളരെ നല്ല ലാപ്പിൽ ഓടിക്കൊണ്ടിരുന്നതാണ് കേട്ടോ. ശരിക്കും നല്ല ലാപ്പില് ഫസ്റ്റ് വന്നാണ് വിജയ്. പക്ഷെ ആ കരൂർ ദുരന്തം മുതൽ അദ്ദേഹത്തിന് ശനിദശ തുടങ്ങിയെന്ന് പറയാം. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു നേതാവ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഡ് ചെയ്യാൻ കഴിയുന്ന ആളായിരിക്കണം. അല്ല, ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പിൽ നിന്ന് ലീഡ് ചെയ്യാൻ കഴിയണം. ഈ കരൂർ ദുരന്ത കേസിൽ ഫസ്റ്റ് മുങ്ങിയത് വിജയാണ്. ജനങ്ങൾ വിചാരിച്ചതും ഫാൻസ് വിചാരിച്ചതും എന്താണ്, വിജയ് സിനിമയിൽ കാണുമ്പോൾ ഒരു നാടിനെ രക്ഷിക്കാൻ വരും, ഒരു വലിയ രാജ്യത്തെ രക്ഷിക്കാൻ വരും എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ ഒരു ചെറിയ തിക്കും തിരക്കും ഉണ്ടായ സമയത്ത് മൂപ്പര് വേഗം അടുത്ത വണ്ടി കയറി ചെന്നൈയിൽ പോയിട്ടാണ് മൂപ്പര് ഇറങ്ങിയത്. മൂപ്പരിന്റെ തടി രക്ഷിച്ചു. അതാ ശരിക്കും ശരിയായ ലീഡർ അതാണ്. ഓക്കെ, സ്വന്തം തടി രക്ഷിക്കുക എന്ന് പറയുന്നത് അത് ശരിയായ രാഷ്ട്രീയക്കാരനായി മാറി. മനസ്സിലായ? അപ്പൊ കരൂർ ദുരന്തം മുതല് അദ്ദേഹത്തിന് വളരെ പിന്നോക്ക അവസ്ഥയാണ് കാണുന്നത്. പിന്നെ സിനിമന്റെ ഇത്, അതായത് ഒരു കാര്യം വിജയ്ക്ക് മനസ്സിലായി ഉണ്ടാകും, അതായത് സിനിമയല്ല റിയൽ ലൈഫ് എന്ന്. ഓക്കെ, സിനിമയിൽ കാണുന്ന ഗിമ്മിക്കുകളൊക്കെ അത് ശരിക്കും അണ്ണൻ രജനീകാന്തിന് ഈ കാര്യം നേരത്തെ അറിയാം. അദ്ദേഹം അവസാന നിമിഷം മനസ്സിലായിട്ടാണ് അദ്ദേഹം ഇനി രാഷ്ട്രീയം നമുക്ക് പറ്റിയ പണിയല്ല, ഉള്ള ഇമേജ് കൂടി പൂന്ന് മനസ്സിലായതിനു ശേഷമാണ് രജനീകാന്ത് അതിന് പിൻവലിക്കുക. അതുപോലെ വിജയ് ഇനി പിൻവലിച്ച അദ്ദേഹത്തിന് ഇനി അധികം കോട്ടം തട്ടാതെ രക്ഷപ്പെടാം. ഇനി അദ്ദേഹം പോയി സിനിമയും ഇല്ലാതാവും, അതുപോലെ തന്നെ രാഷ്ട്രീയം ഇല്ലാതാകുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ ഫാൻസ് എന്നൊക്കെ പറയുന്നില്ല, ഏകദേശം ഒരു 6 മാസം മാക്സിമം 1 വർഷം ഒരു മൂവി റിലീസായില്ലെങ്കിൽ തന്നെ അവരുടെ അവസ്ഥ. പിന്നെ ഒരു പടം കൊണ്ടുവന്നിട്ട് ഫാൻ ബേസിൽ വിജയിപ്പിക്കുക ഭയങ്കര കഷ്ടമാണ്. അതായത് ഒരാളുടെ മുഖം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫാൻസ് ഗെയിംസൊക്കെ ഉണ്ടാവും. അവരുടെ പടവും ഇറങ്ങുന്നില്ല, മൊത്തം വെച്ചൊക്കെ കൈവച്ച് അവിടെയൊക്കെ ദുരന്തമാകുന്ന സമയത്ത് മൊത്തം ഫാൻസും കൈയൊഴിയും. മൊത്തം വിജയ് എന്ന് പറയുന്നത് വളരെ പരിതാപകരമായ അവസ്ഥയായിട്ട് തമിഴ്നാട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മൊത്തം ഇങ്ങനെയുള്ള അവിടെയൊക്കെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ വേറെ ഇപ്പൊ വിജയിന്റെ TVക്കില് വിജയ് കഴിഞ്ഞ വേറൊരു നേതാവ് ആരാണെന്നുള്ള ചോദ്യം അവിടെ ഉത്തരവില്ല. 234 തകുതിയിലും ഞാൻ നിൽക്കണമെന്ന് പറഞ്ഞിട്ട് വെറുതെ വീരവാദമൊക്കെ ഇറക്കിണ്ടായിരുന്നു അല്ലെ. അതേ ഒരു വൻ പരാജയമാണ്. അതായത് ഓരോരോ അവിടെയും ഓരോരോ ആളുകൾ ഉണ്ടാകില്ല, ആ ഭാഗത്ത് ഏറ്റവും നല്ല ആളുകൾ ഉണ്ടാവും അല്ലെ. ആ TVക്കിലുള്ള പ്രവർത്തിക്കുന്ന ഒരാൾക്ക് ചാൻസ് കൊടുക്കാലോ. ഇത് എല്ലാ ഭാഗത്തും താനാണ് നിൽക്കുന്നത്, താനാണ് അൾട്ടിമേറ്റ്, ആനയാണ് പോലെയാണെന്ന് പറഞ്ഞിട്ട് രണ്ടാമതൊരാൾക്ക് ഒരു ചാൻസ് കൊടുക്കുന്നില്ല. അത് തന്നെയാണ് ഇങ്ങനത്തെ രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ ദുരന്തമായിട്ട് കാണുന്നത്. അപ്പൊ ഇനിയെങ്കിലും വിജയിനെ നമുക്കും ഇഷ്ടമാണ്, ഈ കാണുന്ന എല്ലാ ആളുകൾക്കും ഇഷ്ടമാണ്, വിജയിന്റെ പടങ്ങൾ കാണാൻ ഇഷ്ടമാണ്. പക്ഷെ അതാണ് റിയൽ ലൈഫില് എന്ന് വിചാരിക്കുന്നിടത്താണ് തെറ്റുപറ്റുന്നത്. അപ്പൊ നിങ്ങളെ രാഷ്ട്രീയത്തിനല്ല വേണ്ടത്, സിനിമാ ഫീൽഡിനാണ് വേണ്ടത്. അപ്പോൾ വേഗം പരിപാടി പൊളിറ്റിക്സ് ഒക്കെ അവസാനിപ്പിച്ച് നിങ്ങൾ എത്രയും പെട്ടെന്ന് അടുത്ത പടം അനൗൺസ്മെന്റ് ചെയ്യണം എന്നാണ് ആസ് എ വിജയ് ഫാൻ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്കും ബാക്കി കേൾക്കുന്ന ആളുകൾക്കും അത് തന്നെയായിരിക്കും എന്ന് വിചാരിക്കുന്നു. വിജയ്ക്ക് പറ്റിയ ഫീൽഡല്ല പൊളിറ്റിക്സ് എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, ശരിയല്ല ഞാൻ പറഞ്ഞത്? അപ്പോൾ എല്ലാം അവസാനിപ്പിക്കുക, കുടുംബ പ്രശ്നങ്ങളൊക്കെ തീർക്കുക. എന്താ പറഞ്ഞാൽ ഭാര്യ സംഗീത അല്ല കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ഒരു പ്രശ്നത്തിനും വരാത്ത ഒരു ഇതാണ്. സിനിമാ ഫീൽഡിലെ ഈ പ്രമുഖ നടിയായിട്ടുള്ള കറങ്ങലൊക്കെ അവസാനിപ്പിച്ച് നല്ല രീതിയിൽ പോയി പടമൊക്കെ അഭിനയിക്കുക. ഓക്കെ എന്ന് ചെറിയൊരു സജഷൻ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കണേ. അപ്പോൾ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി, തിങ്ക് ചെയ്യുന്ന വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.